ആ പാട്ട് കണ്ടു. എത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ ഒന്ന് പറയുമ്പോ അവൻ 4 പറയുമായിരുന്നു. അവൻ എങ്ങനെ മാറിപ്പോയി? നിങ്ങൾ തമ്മിൽ അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ലേ? സംസാരിച്ചു. എന്തു പറഞ്ഞു? അവന്റെ കാമുകിയെ ആരോ വിവാഹം ചെയ്തുവെന്ന്. അവൾ ആരാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനൊന്ന് ചോദിച്ചേനെ. നിങ്ങൾ ഇത്രത്തോളം ഹൃദയശൂന്യാകുമോ പത്മിനി? എനിക്കറിയില്ല. ഇവൻ എന്ത് മണ്ടനാണ്. അവളിപ്പോ എവിടെയോ ഏതോ ഒരുത്തന്റെ കൂടെ സുഖമായി ഉറങ്ങുന്നുണ്ടാവും. ഇവനോട് കരഞ്ഞും വിളിച്ചു നടക്കുന്നു. നമുക്ക് കിടക്കാം. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്കൊരു സംശയം. പത്മിനി സത്യം പറയുമോ? അവനെ ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നത് നിനക്കിഷ്ടമായില്ലേ? ആര് പറഞ്ഞു? ഈ മുഖം. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നല്ലേ? ജെയിംസ് സ്നേഹിച്ചത് നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ. ഓർമ്മകൾ പുതുക്കാനാണെങ്കിൽ ഇവിടെ താമസിക്കരുത്. പേടിച്ചാലോ? സീനയ്ക്ക് കുസൃതി വരെ കൂടുന്നുണ്ട്. ഇപ്പോ എന്ത് കുസൃതി? കഴിഞ്ഞ വർഷമായിരുന്നു കുസൃതി മുഴുവനും. ഞങ്ങളുടെ കോളേജിൽ ഒരു ആൻഡോ ഉണ്ട്, വെറും പൊണ്ണൻ. അവൻ എന്റെ വെള്ളസാരിയിൽ ചുവന്ന മഷി ഒഴിച്ചു. ഞാൻ അവന്റെ സൈക്കിളിന്റെ ടയർ രണ്ടും കുത്തിപ്പൊട്ടിച്ചു. സാറ് പോവാണോ? ഞാൻ കുളിക്കുന്നത് ആരെങ്കിലും കാണുന്നത് എനിക്കിഷ്ടമാണ്, അല്ലേ അമ്മു? മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. അമ്മു, അകത്ത് കുളിമുറി ഉണ്ടോ? അവിടെ കുളിച്ചൂടെ? അടക്കമില്ലാത്ത വക. സാറെന്താ ഇങ്ങനെ പതിവില്ലാതെ? വീട്ടിലിരുന്ന് ബോറടിച്ചു. ജോണി ആണെങ്കിൽ എനിക്ക് പഴയതുപോലെ കിട്ടുന്നുമില്ല. ഒരുപാട് ജോലിയുണ്ട് മോളെ. അത് കഴിഞ്ഞാ പിന്നെ കൂട്ടുകാരനും. നെഞ്ചു നിറയെ തീയുമായി കഴിയുന്ന അവനെ ആശ്വസിപ്പിക്കാൻ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? ലിസിയുമായിട്ടുള്ള കല്യാണക്കാരി എന്തായി? അവനത് ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ? അവന്റെ മനസ്സിൽ മറ്റേതോ പെൺകുട്ടിയാണ്. നീ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അവന്റെ കയ്യിൽ ഒരു ഫോട്ടോയുണ്ട്. ആരുടെ? അവന്റെ കാമുകിയുടെ. ആ ഫോട്ടോ കണ്ടോ?
കണ്ടെങ്കിൽ പിന്നെ നിന്റെ സഹായം ആവശ്യമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലാത്ത സമയത്ത് നീ അവന്റെ മുറിയിൽ ചെന്ന് എങ്ങനെയെങ്കിലും ആ ഫോട്ടോ തപ്പിയെടുക്കാം. പക്ഷോ കളവ് ചെയ്യാൻ ഞാനില്ല. നമ്മളൊക്കെ കള്ളന്മാരല്ലേ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കളവ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പൊന്നെ, നിന്നെക്കുറിച്ചല്ല, നീ എന്റെ മനസ്സാണ്, എന്റെ മനസ്സിന്റെ കണ്ണാടിയാണ്. അയ്യോ ജോണി, അയ്യോ എന്റെ ജോണി. ഇതാണ് അദ്ദേഹം പറഞ്ഞ ലിസി. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിപ്പം വരാം. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, നാണായിരിക്കില്ലേ? അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പോയി പറയാം. ഓക്കെ? അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പറഞ്ഞേക്കാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന്. എനിക്കും. അപ്പൊ ഞാൻ പോയേക്കാം. കപ്പ് വയ്ക്ക്. ലിസി പോയോ മോളെ? പോയി. അവൾ എന്തോ പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവളെ ആ ചെറുക്കിന് ഇഷ്ടപ്പെട്ടോ ആവോ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, ലിസി മെടുക്കിയല്ലേ. അതല്ല, അയാളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനസ്സ് പഴമക്കാരായ ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്തതാ. അവനിവിടെ പോയി ജോണി ഞായറാഴ്ചയായിട്ട് കമ്പനിയിൽ